السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ, അതുപോലെ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പഠിക്കുക, അറിയുക എന്ന ലക്ഷ്യത്തിലാണ് വ്യാഴാഴ്ചകളിൽ അഥവാ വെള്ളിയാഴ്ച രാവിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. കഴിഞ്ഞ ദർസിൽ ദീന് പഠിക്കുന്നതിൻ്റെ, ദീനിയായ അറിവ് നേടുന്നതിൻ്റെ, ഇൽമ് നേടുന്നതിൻ്റെ ഫദ്ലും അതിനുവേണ്ടി നാം സമയം ചെലവഴിക്കണമെന്നതും അതിൻ്റെ പ്രാധാന്യവും അതിനുള്ള പ്രതിഫലവും എന്നീ കാര്യങ്ങളാണ് നാം പറഞ്ഞത്. അതിൽ നമ്മൾ സൂചിപ്പിച്ചു, ഇൽമ്, ദീനിയായ ഇൽമ് പഠിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം തന്നെ അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അതിൻ്റെ ഗായത്ത്, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ലക്ഷ്യം. ഏതൊരു ഇൽമ പഠിക്കുകയാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം അവസാനിക്കുന്നത് അള്ളാഹുവിനെ അറിയുന്നതിലായിരിക്കും. ഇപ്പോൾ ദീനിൻ്റെ വിധിവിലക്കുകൾ പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, ഓരോ നിയമങ്ങൾ ഉണ്ടാക്കിയതിലുള്ള അള്ളാഹുവിൻ്റെ യുക്തി, അതുപോലെ അള്ളാഹുവിൻ്റെ അറിവ്, അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം, ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ, അങ്ങനെ എല്ലാ മേഖലയിലും അതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദ്ദേശം. ഇനി ഒരു കാര്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടം മനസ്സിലായാൽ മാത്രമാണ് അത് ചെയ്യാനും അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനും നമുക്ക് പ്രേരണയുണ്ടാവുക. അതായത് ഒരു അമല്, ഒരു ഇബാദത്താണ് വിചാരിക്കുക. ഇന്നൊരു അമല് ചെയ്താൽ ഇന്ന പ്രതിഫലമുണ്ട് എന്നറിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? അതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവും. ഇപ്പൊ റമദാൻ കഴിഞ്ഞു പോയി, റമദാനിൽ ഇന്ന കർമ്മങ്ങൾക്ക് ഇത്ര ഇരട്ടി പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ ഇന്ന അവസരങ്ങളുണ്ട് എന്നറിയുമ്പോൾ ആ സമയം നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗപ്പെടുത്തും. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങൾ അറിയുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? എന്തിനാണ് നാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കേണ്ടത്? എന്തിനാണ് പഠിക്കുന്നത്? അതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ജീവിക്കുന്നത് തന്നെ അള്ളാഹുവിനെ അറിയാനാണ്. നമ്മളിവിടെ ജനിച്ചത് തന്നെ അള്ളാഹുവിനെ അറിയാനാണ്. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അള്ളാഹുവിനെ അറിയാനാണ്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയും, നമ്മളെല്ലാവരും ജനിക്കുന്നു, എല്ലാവരും ഒരു ദിവസം മരിക്കും, ഒരു സംശയമല്ല. അത് നമ്മുടെ ദിവസം എന്നാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് അറിയില്ല. ഇന്നായിരിക്കാം, നാളെ ആയിരിക്കാം, എന്തായാലും നമ്മൾ മരണപ്പെട്ടു പോകും. അപ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരാൾക്ക് വീട് വെക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ, ആ വീട് വെക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ അയാൾക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള സമയം അയാൾക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പഠനം പൂർത്തിയാക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ മക്കളെ കെട്ടിച്ചയക്കുക, ഇതാണ് ജീവിത ലക്ഷ്യമെങ്കിൽ അത് പൂർത്തിയാകാതെ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. ലക്ഷ്യം ഒരിക്കലും പ്രവർത്തനത്തിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അതായത് ജീവിതത്തിന്റെ ലക്ഷ്യം ജീവിതത്തിനകത്തൊരിക്കലും ഉണ്ടാവില്ല. എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെ. ഒരാള് ഒരു കോഴ്സ് പഠിക്കാന്ന് വിചാരിക്കുക, ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് അതുകൊണ്ട് ജോലി കിട്ടണം, അങ്ങനെ വരുമാനം ഉണ്ടാക്കണം എന്നായിരിക്കും ലക്ഷ്യം. കോഴ്സ് പഠിക്കലിന്റെ ലക്ഷ്യമായിട്ട് ആരെങ്കിലും വെക്കുമോ? ഇല്ല. കോഴ്സിനകത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം ലക്ഷ്യമായിട്ട് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം ഒരിക്കലും ജീവിതത്തിനകത്തുണ്ടാവില്ല, അതിന് പുറത്തുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രമേ എത്തിച്ചേരുള്ളൂ. അപ്പൊ എന്താണ് ആ ലക്ഷ്യം? എന്തിനാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്, എന്തിനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് ഒന്നുകൂടി ബോധ്യപ്പെടും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ച്, ഭൂമിയിൽ എല്ലാവിധ ജന്തുജീവജാലങ്ങളും, കടലിലെ മത്സ്യങ്ങളുടെ വ്യത്യസ്ത ഇനങ്ങളും, മൃഗങ്ങളുടെ ഇനങ്ങളും, ആകാശത്തെ പക്ഷികളുടെ ഇനങ്ങളും, ചെടികളും മരങ്ങളും, അങ്ങനെ എല്ലാ തരത്തിലുള്ള സൃഷ്ടികളെയും എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടാണ്
അള്ളാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭൂമിയിലേക്കുള്ള അവസാനത്തെ സൃഷ്ടിയായിരുന്നു. മനുഷ്യന് ശേഷം അള്ളാഹു തആല എന്തിനെ സൃഷ്ടിച്ചിട്ടില്ല? ഒരു ജീവിയെയോ ഒരു ജന്തുവിനെയോ ഈ ഭൂമിയിലേക്ക് പഠിച്ചിട്ടില്ല. അപ്പൊ മനുഷ്യന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയതാണ് ഈ ഭൂമിയെ. ഇനി ഈ ഭൂമിയെ ഒരുക്കിയത്, സൃഷ്ടിച്ചത്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരായത്തുണ്ട്. ഖുർആനിൽ 2 കാരണങ്ങളാണ് ഈ സൃഷ്ടിപ്പിന്റെ എല്ലാം പിന്നിലായി അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. 2 കാരണങ്ങൾ. ആ 2 കാരണങ്ങൾ മാത്രമേ ഈ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശമായിട്ടുള്ളൂ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തേത് സൂറത്തു ത്വലാഖിലെ 12ാമത്തെ ആയത്താണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെ തന്നെ ഭൂമികളെയും സൃഷ്ടിച്ചു. യതനസ്സലുൽ അംറു ബൈനഹുൻ. അതിനിടയിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഇറങ്ങുന്നു. ഇപ്പൊ ആകാശത്തിലോ ഭൂമിയിലോ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരവും അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരവുമാണ്. ഒരു മരത്തിൽ നിന്ന് അതിന്റെ ഇല പൊഴിയുന്നുണ്ടെങ്കിൽ കൂടി, നമ്മുടെ കാലിൽ ഒരു ചെറിയ ഉറുമ്പ് കടിക്കുന്നുണ്ടെങ്കിൽ കൂടി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണത്. യതനസ്സലുൽ അംറു ബൈനഹുൻ. ഇനി എന്താണ് അതിന് കാരണം? അത് പറഞ്ഞു, അള്ളാഹു സൃഷ്ടിച്ചു, അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാകുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ് ലി തഅലമു. ഇവിടെ ലി തഅലമു എന്നതിലെ ലാമിനെ അറബി ഭാഷയിൽ പറയുന്നത് ലാമു തഅലീൽ എന്നാണ്, അഥവാ കാരണത്തെ പറയാനുള്ള ലാമു എന്ന് പറയും. എന്താണ് കാരണം എന്ന് പറയാനുള്ള ലാമു എന്ന് പറയും. അപ്പൊ ഈ സൃഷ്ടിപ്പിന്റെ കാരണമായി അല്ലാഹു തആല പറയാണ് ലി തഅലമു. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾ അറിയാൻ വേണ്ടി, നിങ്ങൾ പഠിക്കാൻ വേണ്ടി. എന്താണ്? അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അറിവിനെ മനസ്സിലാക്കുക എന്നാണ്. ഈ 2 കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങൾക്ക് കീഴിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റുള്ള നാമങ്ങളും വിശേഷണങ്ങളും അതിന്റെ ആശയങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നത്. അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പ്രവർത്തനങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. അള്ളാഹു പറയാം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലോ, അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലോ? ഒരാൾ ദുനിയാവിലുള്ള അറിവിന്റെ ഏറ്റവും ഉന്നതിയിലെത്തി, ഒരു ഡിഗ്രി, ഡോക്ടറേറ്റ്, അല്ലെങ്കിൽ PDF, പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെലോഷിപ്പ്, അങ്ങനെ എന്തൊക്കെ ശാസ്ത്രജ്ഞനായി, അല്ലെങ്കിൽ വേറെ ഉന്നതമായ അറിവ് നേടി വിചാരിക്കാം. അയാൾക്ക് എന്തിനാണ് ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, അല്ലെ എന്തിനാണ് അയാൾ ജനിച്ചത് എന്ന് അറിയുന്നില്ല എങ്കിൽ അയാൾ ജാഹിലാണ്. അല്ല വേറൊരാൾ, അയാൾക്ക് വലിയ എഴുതാനും വായിക്കാനും ഒന്നും അത്ര അറിയില്ല, കുറഞ്ഞ അറിവേ ഉള്ളൂ. പക്ഷെ അയാൾക്ക് നല്ല ബോധമുണ്ട്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്റെ സൃഷ്ടാവിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുമാണ് എന്നൊരു ബോധ്യം ഉണ്ട് വിചാരിക്കുക. അയാളാണ് അറിവുള്ള ആൾ, അയാൾക്കാണ് യഥാർത്ഥത്തിൽ അറിവുള്ളത്. അപ്പോ സൃഷ്ടിപ്പിന്റെ കാരണമായിട്ട് ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഇതാണ്. രണ്ടാമത്തേത് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് സൂറത്തു ദാരിയാത്തിലെ 56ാമത്തെ ആയത്തിലാണ്. അതിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, ജിന്ന് വർഗത്തെയോ മനുഷ്യവർഗത്തെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം അതാണ്, അള്ളാഹുവിനെ ആരാധിക്കണം. ഇതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനാണ് തൗഹീദ് എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹുവിനെ അറിയുന്നതിന് തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത് എന്ന് പറയും, അല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അത്തൗഹീദുൽ ഇൽമി എന്ന് പറയും, അറിയേണ്ട തൗഹീദ് എന്ന് പറയും. നമ്മൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതിന്
തൗഹീദുൽ ഇറാദ അല്ലെങ്കിൽ തൗഹീദുൽ അമലി, നമ്മൾ പ്രവർത്തിക്കേണ്ട തൗഹീദ് എന്ന് പറയും, നമ്മൾ കർമ്മം ചെയ്യേണ്ട തൗഹീദ് എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നതിന്റെയും ഈ ആകാശഭൂമികളെ മൊത്തം പടച്ചതിന്റെയും ഈ പർവ്വതങ്ങളും കടലും അതിനകത്തുള്ള എല്ലാ ജന്തുജീവജാലങ്ങളും അങ്ങനെ നമ്മൾ കാണുന്ന എന്തെല്ലാം സൃഷ്ടികളുണ്ടോ അതിന്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനെ അറിയണം. രണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. ഒന്ന്, അറിവുണ്ടാവണം. രണ്ട്, കർമ്മം ചെയ്യണം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു, കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. അറിവും കർമ്മവും ഒപ്പം നിന്നു. അതിന് ഏതിനാ ആദ്യത്തെ മുൻഗണന? ഏതിനാ? അറിവിനാണ്. അറിവില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ആരാധിക്കാൻ സാധിക്കില്ല. അറിവുണ്ടെങ്കിലേ അള്ളാഹുവിനെ ആരാധിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഒരാൾ എപ്പോഴാണ് അള്ളാഹിനെ ആരാധിച്ചു തുടങ്ങുക? ഒരാൾ എപ്പോഴാണ് അള്ളാഹിനെ ആരാധിച്ചു തുടങ്ങുക? എന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവിനെ മാത്രമാണ് ഞാൻ ആരാധിക്കേണ്ടത്, ആ സൃഷ്ടാവിനെ ആരാധിക്കാനാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന അറിവ് ലഭിക്കുമ്പോഴല്ലേ അയാൾ നിസ്കരിക്കുന്നത്, അയാൾ പ്രാർത്ഥിക്കുന്നത്, അയാൾ നോമ്പ് നോൽക്കുന്നത്. അപ്പൊ അറിവാണ് ഒന്നാമത്തേത്. അതുകൊണ്ടാണ് ഈ രണ്ട് ആയത്തുകളെയും വിശദീകരിക്കുന്നിടത്ത് തഫ്സീറുകളിൽ ഉലമാക്കൾ പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ലക്ഷ്യമാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനം അള്ളാഹുവിനെ അറിയലാണ്. അള്ളാഹുവിനെ എത്രത്തോളം ഒരാൾ അറിയുന്നുവോ അത്രത്തോളം അവന്റെ ഇബാദത്ത് പരിപൂർണമായിരിക്കും. ഇനി ഖുർആൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ധാരാളം ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഈ നാമങ്ങളെ നിങ്ങൾ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആയത്തിൽ ഞാൻ പറയാം. സൂറത്തുൽ ബഖറയിലെ 209 ആയത്തിൽ അള്ളാഹു പറയാണ്, ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹകീമുൻ. നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, അറിയണം, അള്ളാഹു അസീസാണ്. അസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം പറയാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? നമ്മൾ സ്വയം പരിശോധിക്കണം. അള്ളാഹു അസീസ് ആണെന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയം എന്താണ് എന്ന് നമുക്കറിയോ? നമുക്ക് പറയാൻ സാധിക്കുമോ? ഖുദ്റത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് അസീസ് എന്ന് പറയുന്നത്. ഹക്കീം, അള്ളാഹു ഹക്കീം ആണെന്ന് പറയുമ്പോൾ നമ്മുടെ റബ്ബിനെ കുറിച്ചിട്ടാണ്. നമ്മൾ 5 നേരം ആരുടെ മുമ്പിലാണോ സുജൂദ് ചെയ്യുന്നത്? നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ചിട്ടാണ്. അള്ളാഹു ഹക്കീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് പറയാൻ പറ്റുമോ? നമുക്കറിയോ? ഇൽമിന്റെ പരിപൂർണതയാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്, ഹക്കീം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക, ഫഅലമു അന്നല്ലാഹ അസീസുൻ ഹക്കീം എന്നുള്ളത് നിങ്ങൾ അറിയണം അള്ളാഹു അസീസുൻ ഹക്കീമാണ് എന്ന് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ ഈ കൽപ്പന നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചോ? അടുത്തൊരായത്ത് സൂറത്തുൽ ബഖറയിലെ 231 ആയത്ത്, വഅലമു അന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു എല്ലാ കാര്യത്തെയും കുറിച്ച് അറിവുള്ളവനാണ്, അലീമാണ് എന്നുള്ളത്. അള്ളാഹു അലീമാണെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഇൽമിന്റെ മർത്തബകൾ എത്ര എണ്ണമുണ്ട് എന്ന് നമുക്കറിയോ? അള്ളാഹുവിന് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുക എന്ന് നമുക്കറിയോ? അള്ളാഹുവിന് എല്ലാം അറിയാന്ന് പറഞ്ഞാൽ ഉത്തരം പൂർത്തിയായി. പക്ഷെ എന്താണ് അലീം എന്നുള്ള പദത്തിന്റെ ഉള്ളിൽ വരുന്ന ആശയവും ആഴവും എത്രയുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കുമോ? അല്ലെ അതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? പറയാനും സാധിക്കണ്ട, നമുക്കറിയുമോ? അടുത്തൊരായത്ത് സൂറത്തുൽ ബഖറയിലെ തന്നെ 233 ആയത്ത്, വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ അറിയണം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ബസീറാണ്, കാണുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെ കാഴ്ച എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അറിയോ? അള്ളാഹുവിന് 2 കണ്ണുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയോ? അള്ളാഹുവിന് 2 കണ്ണുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ കാണും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയോ? നമുക്കറിയില്ല. അറിയില്ലെങ്കിൽ അറിയുന്നവരുണ്ടാകാം, അറിയില്ല എങ്കിൽ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ ആയത്തിനെ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളത്? മറ്റൊരായത്തിൽ സൂറത്തുൽ ബഖറയിലെ 235 ആയത്തിൽ പറയുന്നുണ്ട്, വഅലമു അന്നല്ലാഹ ഗഫൂറുൻ ഹലീമുൻ. നിങ്ങൾ മനസ്സിലാക്കണം, അറിയണം, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഹലീമാണ്. എന്താണ് ഗഫൂർ എന്ന് പറഞ്ഞാൽ? എന്താണ് അള്ളാഹു പാപം പൊറുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപം മറച്ചു വെക്കുന്നവനാണ് എന്നാണ് അർത്ഥം. അത് നമുക്കറിയോ? ഹലീം എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹലീം എന്ന് പറഞ്ഞാൽ ഒരാൾ പാപം ചെയ്താൽ ഉടനടി ശിക്ഷ നൽകാതെ അവന് പശ്ചാത്തപിക്കാനുള്ള സമയം കൊടുത്ത് അവധാനത നൽകുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഇത് പറയാൻ തുടങ്ങിയ ഒരുപാട് ആയത്തുകളുണ്ട്. വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, വഅലമു അന്നല്ലാഹ സമീഉൻ അലീം,
വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ് വഅന്നല്ലാഹ ഗഫൂറുർ റഹീം വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ. ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും. ഇവിടെ മഅൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു മുത്തഖീങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നാണ്. അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹു സാമീപ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്കറിയോ? അള്ളാഹു എവിടെയാണ് ചോദിച്ചാൽ അപ്പൊ അള്ളാഹിന്റെ ഒപ്പം എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചത് അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹു എങ്ങനെയാണ് ഒപ്പം ഉണ്ടാകുന്നത്, ആരുടെയൊക്കെ ഒപ്പാണ് ഉണ്ടാവുക, അത് എങ്ങനെയാണ് മീൻസ് ഏതൊക്കെ തരത്തിലുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ അറിയോ? അപ്പൊ എന്താണ് ഈ ആഴ്ചകളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അപ്പോ ഇത് ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മളിവിടെ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ജീവിതത്തിൽ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനേക്കാൾ എല്ലാം പ്രാധാന്യമുള്ള കാര്യമാണ് അള്ളാഹുവിനെ അറിയുക എന്നുള്ളത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുന്നതുമായി ബന്ധപ്പെട്ട് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി, അതിന്റെ സമറത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടി, അതിന്റെ ഫضലിനെയും അതിന്റെ പ്രാധാന്യത്തെയും ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഈ ഒരു വിഷയം പഠിക്കാനും അത് കൂടുതൽ അറിയാനും അതിന്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടാനും വേണ്ടിയിട്ടാണ്. അതിലൊരു ഉദാഹരണം, ഒരു ആരംഭം മാത്രമാണ് എന്ത് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് എന്നുള്ളത്. മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും പഠിക്കുന്നതിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണത്. സ്വർഗപ്രവേശനം നമുക്ക് നിർബന്ധമാക്കപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അറിയുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ലില്ലാഹി തിസ്അതുൻ വ തിസ്ഊന ഇസ്മാ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. 99 നാമങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ കൂടുതലുണ്ട്. എന്നാൽ 99 നാമങ്ങൾ, അതിൽ 99 നാമങ്ങൾ ഇല്ല വാഹിദ, 100 ഇല്ലാതെ 99 നാമങ്ങൾ. ലാ യഹ്ഫദുഹാ അഹദുൻ ഇല്ലാ ദഖല ജന്ന. വേറെ ചില റിവായത്തിൽ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. ഈ 99 നാമങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ 99 നാമങ്ങൾ ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. ഇഹ്സാ എന്ന് പറഞ്ഞാൽ എന്താ? ആ നാമങ്ങളെ ഹിഫ്വാക്കണം, പഠിക്കണം. 99 നാമങ്ങളെ, അതിന്റെ ആശയത്തെ മനസ്സിലാക്കണം, അതനുസരിച്ച് അമല് ചെയ്യണം, പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്താൽ അവന് സ്വർഗപ്രവേശനം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അപ്പോ അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുക എന്നുള്ളത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. മറ്റൊരു നേട്ടം അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നത് കൊണ്ടുള്ളത്, നമുക്ക് അസ്മാഉൽ ഹുസ്ന നമുക്ക് നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കി തരും. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മുശ്രിക്കീങ്ങൾ ഒരിക്കൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, യാ മുഹമ്മദ് ഇൻസിബ് ലനാ റബ്ബക്. മുഹമ്മദ്, നീ നിന്റെ റബ്ബിനെ ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് സിഫത്തൊക്കെ പറഞ്ഞ് എന്താണ് നിന്റെ റബ്ബ് ഒന്ന് വ്യാഖ്യാനിച്ചായോ, ഒന്ന് വിശദീകരിച്ചായോ എന്ന് പറഞ്ഞു. റബ്ബിനെ പറ്റി ഒന്ന് പറഞ്ഞായോ, നീ ക്ഷണിക്കുന്നുണ്ടല്ലോ, നിന്റെ റബ്ബ് എന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴാണ് സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് ചില തഫ്സീറിൽ കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? ഖുൽ ഹുവല്ലാഹു അഹദ്. അവൻ ഏകനാണ്, അള്ളാഹുവിന്റെ നാമമാണ്. രണ്ട്, അള്ളാഹു എന്ന നാമമാണ്, അഹദ് അള്ളാഹിന്റെ നാമമാണ്. അല്ലാഹു സമദ്, സമദ് അള്ളാഹുവിന്റെ നാമമാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. അപ്പൊ എത്രത്തോളം അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും നമ്മൾ അറിയുന്നുവോ പഠിക്കുന്നുവോ അത്രത്തോളം നമുക്ക് അള്ളാഹുവിനെ അറിയാൻ പറ്റും ജീവിതത്തിന്റെ ഓരോ മേഖലയിലും. അത് ഇൻഷാ അല്ലാഹ് ഈ ദർസുകളിൽ കൂടുതൽ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. മറ്റൊരു ഫായിദ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നത് കൊണ്ടുള്ളത്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അസ്മാഉൽ ഹുസ്ന പഠിക്കുക, അറിയുക എന്നുള്ളതാണ് ഇബാദത്തിന്റെ അടിസ്ഥാനം. ഇബാദത്ത് ചെയ്യുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത് ശരിക്കും ആലോചിച്ച് നോക്കിയപ്പോൾ ഒരാൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് മനസ്സിലായി. അയാൾ 5 നേരം നിസ്കരിച്ചു, റമളാനിൽ നോമ്പ് നോറ്റു, ബാക്കിയുള്ള കാര്യങ്ങൾ പാലിച്ചു. ഈമാൻ കൊണ്ട് അയാൾ കണ്ടുപിടിക്കുന്ന കാര്യം എന്തായിരിക്കും? അയാൾക്ക് എന്തായിരിക്കും ഈമാനികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവുക? എന്തായിരിക്കും അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം? ആ ഈമാനിന്റെ ആസ്വാദനം എന്തായിരിക്കും? അധികം ആളുകൾ ഞാൻ നിസ്കരിക്കണം, അത് ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഞാൻ നിസ്കരിക്കണം, റമളാനിൽ എല്ലാവരും നോമ്പെടുക്കാറ്, ഞാൻ നോമ്പെടുക്കും, അതിനൊതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഈ ഇബാദത്തുകളെല്ലാം സംവിധാനിച്ചിട്ടുള്ളത് അതിലൂടെ അള്ളാഹുവിനെ അറിയാനാണ്. അസ്മാഉൽ ഹുസ്ന പഠിക്കുമ്പോഴല്ലാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അറിയുമ്പോഴും അല്ലാതെ
നമുക്ക് ഈമാനിന്റെ ആസ്വാദനം കണ്ടെത്താൻ സാധിക്കൂല. ഈമാനിന്റെ ആസ്വാദനം കണ്ടെത്താൻ സാധിക്കുക അസ്മാഉൽ ഹുസ്ന അറിയുമ്പോഴാണ്, അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴുമാണ്. അപ്പൊ ഇതാണ് ഇബാദത്തിന്റെ അസ്ല് എന്നുള്ളത്. അബുൽ ഖാസിം അത്തൈമി അൽ അസ്ബഹാനി അദ്ദേഹത്തിന്റെ ഒരു കിതാബ്, അദ്ദേഹം അസ്മാഉൽ ഹുസ്നയെ ക്രോഡീകരിച്ചിട്ടുണ്ട് ഒരു ചെറിയ രീതിയിൽ. അപ്പൊ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നതിന്റെ പ്രാധാന്യം പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അവ്വലു ഫർളിൻ ഫറളഹു അല്ലാഹു അലാ ഖൽഖിഹി മഅരിഫതഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടികളുടെ മേലെ നിർബന്ധമാക്കിയിട്ടുള്ള ആദ്യത്തെ കാര്യം അവനെ അറിയലാണ്. അത് ഇബാദത്ത് ചെയ്യലാണ്. പക്ഷെ ഒരാൾ ഇബാദത്ത് ചെയ്യുന്ന എപ്പോഴാ? അള്ളാഹുവിനെ അറിയുമ്പോഴാണ്. അപ്പൊ അറിയലാണ് എന്ന നിലക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അള്ളാഹുവിനെ അറിഞ്ഞാൽ, അള്ളാഹുവാണ് ഇലാഹ് എന്ന് അറിഞ്ഞാലാണ് അവൻ അള്ളാഹുവിനെ ആരാധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞാലാണ് അവൻ തൗഹീദുള്ളവനാവുക, മുസ്ലിം ആവുക. അതറിഞ്ഞാൽ അള്ളാഹുവിനെ അവരെ ആരാധിക്കും. വഖാല തആല, അതാണ് അള്ളാഹു സൂറത്തു മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ പഠിക്കണം, നീ അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ അറിയണം എന്ന് ആദ്യം ഇൽമിനെ പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ഫയംബഗീ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്, അയ്യഅരിഫു അസ്മാ അല്ലാഹി വ തഫ്സീറഹാ, അള്ളാഹുവിന്റെ നാമങ്ങളും അതിന്റെ വിശദീകരണങ്ങളും അറിയുക എന്നുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തേണ്ട മുറപ്രകാരം മഹത്വപ്പെടുത്തുക എന്നുള്ളത്. എന്നൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വ്യക്തി ഉദ്ദേശിക്കുകയാണ്, ഒരാൾ തന്റെ മകളെ ഒരാൾക്ക് വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കച്ചവടത്തിന് അയാളോടൊപ്പം പങ്കുചേരാൻ, കച്ചവടം ചെയ്യാൻ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ വെക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ആളുമായി ഇടപഴകുകയാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അയാളുടെ പേരെന്താണ്, അയാളുടെ കുടുംബം എന്താണ്, അയാളുടെ ഉപ്പ ആരാണ്, അയാൾ നല്ല ആളാണോ, അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കും. അവന്റെ ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കും. കാരണം എന്താ? അത് നല്ല ആളാണോ, എന്താണോ അവന്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയാണ്, അള്ളാഹു ആണെങ്കിലോ നമ്മെ സൃഷ്ടിച്ചവനാണ്, നമുക്ക് റിസ്ക് നൽകുന്നവനാണ്, നമ്മൾ അവന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നു, അവന്റെ ശിക്ഷയെ, കോപത്തെ ഭയപ്പെടുന്നു. ആ അള്ളാഹു ആണ് മറ്റാരേക്കാളും അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. അതുപോലെ തന്നെ ആ നാമങ്ങളുടെ തഫ്സീർ അറിയൽ മറ്റെന്തിനേക്കാളും നമ്മുടെ മേലെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന്. ഇത് പറയാണ്, ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നാമമാണ് ഹയ്യുൻ കരീമുൻ എന്നുള്ള നാമങ്ങൾ. ഹയ്യുൻ എന്നുള്ളതും കരീമുൻ എന്നുള്ളത്, ഹയ്യുൻ എന്നല്ല, ഹയ്യുൻ അതായത് ലജ്ജയുള്ളവനാണ്, മാന്യനാണ് എന്നുള്ള അള്ളാഹുവിന്റെ. കരീം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാന്യത എന്നതിനേക്കാൾ വിശാലമാണ് ഈ നാമങ്ങൾ. അപ്പൊ ഒരാൾക്ക് ഈ നാമം മനസ്സിലായി എന്ന് വിചാരിക്കുക. ഈ നാമം മനസ്സിലായി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റം എന്താണ്? അവന്റെ ജീവിതത്തിൽ എങ്ങനെയാണ്? അവൻ അള്ളാഹുവിനോട് ലജ്ജ കാണിക്കുന്നവനാകും. അതുപോലെ തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയില്ല. അള്ളാഹു എങ്ങനെയെങ്കിലും അത് സ്വീകരിക്കുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ബോധമുള്ളവനായിരിക്കും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇന്ന റബ്ബക്കും തബാറക വ തആല ഹയ്യുൻ കരീമുൻ, നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനും മാന്യനുമാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അയ്യറുദ്ദഹുമാ സിഫ്റാ, അവൻ ലജ്ജിക്കുന്നു, അവനിലേക്ക് അള്ളാഹുലേക്ക് ഉയർത്തിയിട്ടുള്ള ഒരു കയ്യിനെ വെറും കൈയോടെ മടക്കി അയക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അള്ളാഹുവിന്റെ നാമം മനസ്സിലാക്കുമ്പോൾ ഒരുവന് ആ നിലക്ക് അള്ളാഹുമായിട്ടുള്ള കാര്യങ്ങളിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിലും എല്ലാ കാര്യത്തിലും അതിന് സഹായകമാകും. മറ്റൊരു നേട്ടം അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യുന്ന ദുആകൾ ഉത്തരം ചെയ്യപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണമാണ് അസ്മാഉൽ ഹുസ്ന. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒരുപാട് അദബുകൾ ഉണ്ട്, അതിൽ ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ആദ്യം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം, സ്വലാത്ത് ചെല്ലണം, അതുപോലെ തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കണം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ദുആകളാണ് കൂടുതൽ ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്. അപ്പൊ സമയങ്ങൾ പ്രത്യേകം നോക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ, അഥവാ ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന സമയങ്ങൾ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ദുആ ചെയ്യുമ്പോൾ വസീലയായിട്ട് ഉപയോഗിക്കാൻ, അഥവാ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. ഇപ്പോ ദുആ ചെയ്യുമ്പോൾ അതിൽപ്പെട്ട അഥവാണ് ഇപ്പൊ ഒരാൾക്ക് ഒരു നന്മ ചെയ്തിട്ട് പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഒരാൾ ഖുർആൻ എഴുതി, ഒരു കുറച്ചു നേരം ഖുർആൻ ഓതി, അത് കഴിഞ്ഞാൽ ദുആ ചെയ്യുക. 2 റക്അത്ത് നിസ്കരിച്ചു, അത് കഴിഞ്ഞൊരു ദുആ ചെയ്യുക. അല്ലെങ്കിൽ സ്വതക്ക കൊടുത്തു, അത് കഴിഞ്ഞൊരു ദുആ ചെയ്യുക. അങ്ങനെയൊക്കെ ഒരു നന്മ ചെയ്തിട്ട് ദുആ ചെയ്യുക എന്നുള്ളത് ഒക്കെ എന്താ വെച്ചാൽ ആ നന്മ വസീലയാക്കണം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. അതിൽ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുമ്പോൾ വസീലയായി ഉപയോഗിക്കാനുള്ളതിൽ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നത് അസ്മാഉൽ ഹുസ്നയാണ്, അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ച് ചോദിക്കലാണ് ദുആ ഉത്തരം ചെയ്യപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ. ആ നാമങ്ങൾ എങ്ങനെയായിരിക്കണം? ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള നാമങ്ങളായിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ പാപം ചെയ്ത് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ ചോദിക്കുന്ന സമയത്ത് അള്ളാഹു ശിക്ഷിക്കുന്നവനാണ് എന്നുള്ള വിശേഷണം വെച്ച് ദുആ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെ അതിൽ കാര്യമില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് പറ്റുമോ? ഇല്ല. ഓരോന്നിനും യോജിച്ച നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്യുക. ഇത് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കൂടുതൽ നമ്മൾ ഓരോ ഇസ്മുകൾ പഠിക്കുമ്പോൾ വിശദീകരിക്കും. ഒരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഞെരുക്കം അനുഭവിക്കുമ്പോൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുആ കേൾക്കുന്നവരൊക്കെ പഠിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക എന്നൊക്കെ തുടങ്ങുന്നത്. അതിലൊരു ഭാഗത്ത് കാണാം, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, അല്ലാഹുവേ നിനക്കുള്ള എല്ലാ നാമവും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. സമ്മൈത ബിഹി നഫ്സക, നീ നിന്റെ സ്വന്തത്തിന് വെച്ചിട്ടുള്ള നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അതല്ല നീ പ്രത്യേകമായിട്ട് നിന്റെ മലക്കുകൾക്കോ നിന്റെ ഏതെങ്കിലും നബിമാർക്കോ പഠിപ്പിച്ചിട്ടുള്ള നാമങ്ങൾ. ഔ അൻസൽത ഫീ കിതാബിക്, അതല്ല നിന്റെ കിതാബിൽ നീ ഇറക്കിയിട്ടുള്ള നാമങ്ങൾ. ഔ ഇസ്തഅ്സർത ഫീ ഇൽമിൽ ഗൈബി ഇൻദക്, ഇനി അതുമല്ല നിന്റെ ഗൈബിയായ അദൃശ്യമായ അറിവിൽ നീ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള, മറച്ചു വെച്ചിട്ടുള്ള നാമങ്ങൾ. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇതെന്താണ്? അസ്മാഉൽ ഹുസ്നയാണ്, അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള തേട്ടമാണത്. ഇനി അള്ളാഹുവിന്റെ ചില പ്രത്യേക നാമങ്ങളുണ്ട്, ചോദിച്ചാൽ എന്തായാലും ഉത്തരം ചെയ്യുന്ന ചില നാമങ്ങളുണ്ട്. ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നെല്ലാം, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അപ്പോ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ആ ദുആ സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് അസ്മാഉൽ ഹുസ്ന. ഇനി മറ്റൊന്ന്, അസ്മാഉൽ ഹുസ്ന ആരാണോ പഠിക്കുകയും അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്, അതുപോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയുള്ള ഒരു അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. അസ്മാഉൽ ഹുസ്നയും അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ആരാണോ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയുള്ള ഒരു അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഇഷ്ടപ്പെടും. ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ നിയോഗിക്കുകയുണ്ടായി, യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പൊ അതിൽ നിയോഗിക്കുമ്പോ അത് നിസ്കാര സമയത്ത് ഒരാളെ ഇമാമായി നിർത്തും, ഇമാമായി നിശ്ചയിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇമാമായി നിന്ന വ്യക്തി ഏത് നിസ്കാരത്തിനും ഏത് സൂറത്ത് ഓതിക്കഴിഞ്ഞാലും അവസാനം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. അപ്പൊ ഫാത്തിഹ കഴിഞ്ഞ് ഖുർആനിലെ ഏതെങ്കിലും ഒരു ഭാഗം ഓതിയാലും അവസാനിക്കുമ്പോൾ എന്ത് ചെയ്തും? സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ഉറക്കം ഓതുന്നതിലൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തിരിച്ചു വന്നപ്പോ ഇതൊരു വ്യത്യസ്ത കാര്യമാണല്ലോ, എല്ലാവരും ചെയ്യാത്ത കാര്യമാണല്ലോ. അപ്പൊ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലൂഹു ലി അയ്യി ഷൈഇൻ യസ്നഉ ദാലിക, അവനോട് ചോദിക്കാൻ അവൻ എന്തിനായി ചെയ്ത്. അപ്പോ സഹാബികൾ ചെന്ന് ചോദിച്ചു. അപ്പോ ആ വ്യക്തി പറഞ്ഞു, ലിഅന്നഹാ സിഫത്തുർ റഹ്മാൻ, കാരണം ആ സൂറത്തിലുള്ളത് റഹ്മാനായ റബ്ബിന്റെ വിശേഷണങ്ങളാണ്. വഅന ഉഹിബ്ബു അൻ അഖറഅ ബിഹാ, ആ വിശേഷണങ്ങൾ പറയാൻ, അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രത്യേകം പറയുകയുണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇത് കേട്ടത് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? അഖ്ബിറൂഹു അന്നല്ലാഹ യുഹിബ്ബുഹു, അവനെ അറിയിക്ക് അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. മറ്റൊരു റിവായത്തിൽ കാണാം, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, നിനക്ക് ആ സൂറത്തിനോടുള്ള ഇഷ്ടം നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് ആ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അല്ലാഹുവിന്റെ നാമങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതിനെ കുറിച്ച് അറിയണം.
അറിയാതെ ഇങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ ഇഷ്ടപ്പെടുക? അള്ളാഹുവിന്റെ നാമങ്ങളെ അറിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കില്ല എന്നാണ്. മൻ അറഫ അല്ലാഹ ബി അസ്മാഇഹി വസിഫാതിഹി വഅഫ്ആലിഹി അഹബ്ബഹു ലാ മഹാല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കാണ്. അള്ളാഹുവിന്റെ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റൂല എന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്ന കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്ന അറിയുക എന്നുള്ളത്. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്ന അറിയുക എന്നുള്ളത് മാനസികമായ ഞെരുക്കങ്ങൾ, ടെൻഷനുകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ നീക്കം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടല്ലാതെ എന്തുണ്ടാവൂല? ഖൽബിന് സമാധാനം കിട്ടൂല. അള്ളാഹുവിന്റെ ദിക്ർ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളുമാണ്. ഏത് ദിക്ർ എടുത്താലും എന്താണ്? അള്ളാഹുവിന്റെ വിശേഷണങ്ങളെയും നാമങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഞെരുക്കമുണ്ടാവുന്ന സമയത്തുള്ള ദ്വാകളിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ പ്രധാനപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ദ്വാന്റെ ഭാഗം. രണ്ടാമത്തെ ഒരു ദ്വാ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കഠിനമായ ഞെരുക്കമുണ്ടാകുമ്പോഴെല്ലാം പറയാൻ വേണ്ടി പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ അദീമാണ്, ഹലീമാണ്. അള്ളാഹുവിന്റെ നാമങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർദ് വറബ്ബുൽ അർശിൽ അദീം. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആകാശഭൂമികളെ റബ്ബായിട്ടുള്ള അർശിന്റെ റബ്ബായിട്ടുള്ളവൻ. വേറെയും ചില റിവായത്തുകളിൽ ഈ ദുആ വന്നിട്ടുണ്ട്. അതിലൊക്കെ അള്ളാഹുവിന്റെ ഈ നാമങ്ങളെ വന്നിട്ടുണ്ട്. ഈ നാമങ്ങളുടെ ആശയം നമ്മുടെ ഖൽബിന് സമാധാനമേകുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറഞ്ഞാൽ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നത് കൊണ്ട് അസ്മാഉൽ ഹുസ്നയാണ് എല്ലാ കാര്യത്തിന്റെയും അടിസ്ഥാനം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സൃഷ്ടിപ്പിന്റെ ഒരു അടിസ്ഥാനം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അതായത് ഈ ആകാശഭൂമികൾക്കിടയിൽ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാം അടിസ്ഥാനം അസ്മാഉൽ ഹുസ്നയാണ്. അതെങ്ങനെയാണ്? ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിലെ 3-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ. അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അള്ളാഹു ആണ് ആദ്യമുള്ളവൻ, തുടക്കമില്ലാതെ ഉള്ളവൻ. ആഖിർ, അവസാനമില്ലാതെ നിലനിൽക്കുന്നവൻ. അല്ലാഹിർ, ഏറ്റവും ഉന്നതിയിലുള്ളവൻ, എല്ലാ കാര്യവും അറിയുന്നവൻ. വൽ ബാത്തിൻ, എല്ലാവരെയോടും അടുത്തിട്ടുള്ളവൻ, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവൻ. ഈ ആയത്ത്. അപ്പൊ ഇവിടെ ഈ ആയത്തിന്റെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അവ്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അഥവാ തുടക്കമില്ലാതെ ഉള്ളവനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. പിന്നീട് ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ അള്ളാഹുവിൽ നിന്നാണ്, അവ്വലായിട്ടുള്ള അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ബാക്കി എന്ത് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന്റെ അസ്ല് മടങ്ങുന്നത് അള്ളാഹുവിന്റെ അൽ അവ്വൽ എന്നുള്ള നാമത്തിലേക്കാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. മനസ്സിലാക്കാൻ കുറച്ച് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, എന്തായാലും പറയാം. വകമാ അന്ന കുല്ല മൗജൂദിൻ സിവാഹു ഫബിഈജാദിഹി, ഉള്ളതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ, ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ഉള്ളത് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. അള്ളാഹു ഇല്ലെങ്കിൽ എന്തില്ല? ഇതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അള്ളാഹു അല്ലാതെ ഉണ്ടായിട്ടുള്ളതെല്ലാം അള്ളാഹുവിന്റെ വുജൂദ് കൊണ്ട്, അതിന്റെ തുടർച്ചയായിട്ട്, അതിന്റെ ബാക്കിയായിട്ട് മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. ആ തുടക്കം അള്ളാഹുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യവും അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സൃഷ്ടിപ്പ്, മഖ്ലൂക്കുകളായിട്ടുള്ള എല്ലാം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അള്ളാഹു ഖാലിഖ് ആയതുകൊണ്ടാണ്. മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള അറിവ്, ഇൽമ്, അതൊക്കെ എവിടുന്നാണ്? അലീമായിട്ടുള്ള അള്ളാഹുവിൽ നിന്നാണ്. മനുഷ്യർ പരസ്പരം കാണിക്കുന്ന റഹ്മത്ത്, അതെവിടുന്നാണ്? റഹ്മാനായ അള്ളാഹുവിൽ നിന്നാണ്. അങ്ങനെ തുടങ്ങി എന്ത് കാര്യം നോക്കുകയാണെങ്കിലും അത് മടങ്ങുന്നത് അള്ളാഹുവിന്റെ നാമത്തിലേക്കായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഒരു നാമത്തിലൂടെയാണ് നടക്കുന്നത്. അതല്ലാതെ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല. അത് സൃഷ്ടിപ്പാവട്ടെ, അത് മരണമാവട്ടെ, അല്ലെങ്കിൽ ഒരു നാമം കൊണ്ടും വിശേഷണം കൊണ്ടുമല്ലാതെ ഒരു കാര്യവും ഈ ലോകത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ഒരാൾ മറ്റൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യാണ്, പുറത്തു കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ് നടക്കുന്നത്? അള്ളാഹു ഗഫൂർ ആയതുകൊണ്ടാണ്. അള്ളാഹു നമുക്ക് പുറത്തു നൽകുന്ന അള്ളാഹു ഗഫൂർ ആയതുകൊണ്ടാണ് അടിമകൾ പരസ്പരം ചെയ്യുന്നത്, വിട്ടുവീഴ്ച ചെയ്യുന്നത്. അപ്പൊ ഏത് കാര്യവും ഇങ്ങനെയാണ്
നടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും അസ്ല് അള്ളാഹുവിന്റെ നാമങ്ങളാണ്. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ പഠിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു നേട്ടം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഖശിയത്ത്, ആ ഭയം, അതുണ്ടാകുന്നത് അസ്മാഉൽ ഹുസ്ന അറിയുന്നതിലൂടെയാണ്. എന്താ ഖശിയത്ത് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ഖൗഫ് എന്നുള്ളത് ഭയാണ്, റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ ഭയാണ്, ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഭയാണ്. പക്ഷെ ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഖൗഫിനോടൊപ്പം, ഭയത്തിനോടൊപ്പം ഇൽമുണ്ടാവുക, അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള ഭയത്തിനാണ് എന്ത് പറയുന്നത്? ഖശിയത്ത് എന്ന് പറയുന്നത്. അപ്പോ അറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് അറിയണം, എന്നാലേ ഖശിയത്ത് ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൽ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടുന്നവർ ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞു. തഫ്സീറുകളിലെല്ലാം ഉലമാക്കൾ അതിനെ വിശദീകരിച്ചത്, മുഫസ്സിരിങ്ങൾ അതിനെ പറഞ്ഞു. എന്തിനെ കുറിച്ചുള്ള അറിവുള്ളവരാണ്? എന്തിനെ കുറിച്ച് അറിവുള്ളവരാണ്? അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും അതിനെക്കുറിച്ചുള്ള അറിവുള്ളവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. അല്ലാതെ എല്ലാ അറിവും കഴിഞ്ഞിട്ടേ അള്ളാഹുവിനെ ഭയപ്പെടാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് അതിന്റെ അർത്ഥം? അല്ല, അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥത്തിൽ അറിവുള്ളവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നവർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത്, ലൈസൽ ഇൽമു അൻ കഥറത്തി റിവായ, അറിവ് എന്ന് പറഞ്ഞാൽ കുറെ റിവായത്ത് ഉദ്ധരിക്കുക. റിവായത്ത് ഉദ്ധരിക്കാൻ പറയാനുള്ള കാരണം പ്രത്യേകിച്ച് ഹദീസുകളുടെയും അതുപോലുള്ള കാര്യം, കുറെ റിവായത്ത് ഉദ്ധരിക്കുക, അതല്ല. വലാകിന്നൽ ഇൽം അൽ ഖശിയത്തു, അറിവ് എന്ന് പറഞ്ഞാൽ ഭയമാണ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതിലൂടെ ഉള്ളതാണ്. ഇനി ഇതിന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെട്ടത് ആരാണ്? ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിന് സംശയമുണ്ടോ? ഇല്ല. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ള ആളാരാണ്? ഏറ്റവും അറിവുള്ള സൃഷ്ടി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, അന അഅലമുക്കും ബില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നത് ഞാനാണ്, നിങ്ങളെക്കാൾ ഏറ്റവും അറിയുന്ന ഞാനാണ്. വ അശദ്ദുകും ലഹു ഖശ്യ, ആ അള്ളാഹുവിനെ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനും ഞാനാണ്. അറിവുണ്ടെങ്കിലേ ഭയപ്പെടാൻ പറ്റുള്ളൂ. വേറെ റിവായത്തിൽ ഇന്ന അത്ഖാകും വ അഅലമുകും ബില്ലാഹി അന, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനും അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവനും ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഹദീസ് പറയാനുള്ള സാഹചര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ചില ആളുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി ഉറങ്ങൂല, ഞാൻ ഭക്ഷണം കഴിക്കൂല, നോമ്പായിരിക്കും, വിവാഹം കഴിക്കൂല, അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് നബി പറഞ്ഞ വാക്കാണ്. അതായത് കുറെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നല്ല ഖശിയത്തിന്റെ അർത്ഥം. അത് അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാതെയാണ് വിദേഹത്തുകാര്. ഇപ്പൊ വിദേഹത്തുകാര് പഴക്കളകാൻ അള്ളാഹിനെ അറിയാത്തവനാണ്. അള്ളാഹുവിനെ അറിയുന്നവരാണ്, അള്ളാഹുവിന്റെ നാമങ്ങളെ അറിയുന്നവരും അള്ളാഹുവിന്റെ വിശേഷങ്ങളെ അറിയുന്നവരുമാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിക്കുന്നവരാവുക. അതിന് ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആശയത്തിൽ വേറെയും ചില ഹദീസുകളുമെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എല്ലാ കാര്യത്തിന്റെയും ഹഖീഖത്ത് മനസ്സിലാക്കും. അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരാൾ അറിഞ്ഞാൽ, പഠിച്ചാൽ, ബാക്കിയുള്ള എല്ലാ കാര്യത്തിന്റെയും ഹഖീഖത്ത് എന്താണെന്ന് അവൻ മനസ്സിലാക്കും. എന്താ കൊണ്ട് ഉദ്ദേശിച്ചത്? ഉദാഹരണം പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖാണ് എന്നൊരാൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ഖാലിഖ് എന്നുള്ള ആ നാമവും ഖൽഖ് എന്നുള്ള വിശേഷണവും എല്ലാം കൃത്യമായി ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എന്ത് ബോധ്യപ്പെടും? ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിന്റെ മഖ്ലൂഖുകളാണ് എന്ന് മനസ്സിലാകും. പിന്നെ ഏതെങ്കിലും സൃഷ്ടിയെ പോയിട്ട് അവൻ ആരാധിക്കാൻ നിൽക്കോ? ഏതെങ്കിലും സൃഷ്ടിയെ അവൻ കാര്യകാരണം വന്നിട്ട് അപ്പുറത്തേക്ക് ഭയപ്പെടാനോ പ്രതീക്ഷ വെക്കാനോ നിൽക്കോ? ഇല്ല. ആ സൃഷ്ടികളെ കുറിച്ചുള്ള ഹഖീഖത്ത് അവന് മനസ്സിലാകും. അതുപോലെ അള്ളാഹുവാണ് റസ്സാഖ്, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ എന്നൊരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അത് ആ നാമത്തിന്റെ ആശയം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവര് ബാക്കി എല്ലാം വെറും കാരണങ്ങൾ മാത്രമാണ്. എന്റെ ജോലി, എന്റെ വരുമാനം, എന്റെ കച്ചവടം, എന്റെ ബാങ്ക് ബാലൻസ്, എന്റെ കയ്യിലുള്ള പണം, എന്റെ കയ്യിലുള്ള സ്വർണം, എന്റെ കയ്യിലുള്ള സ്വത്ത്, ഇതെല്ലാം വെറും കാരണം മാത്രമാണ്. അതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് ഹഖീഖത്ത് അവന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹിനെ അറിയാത്ത ആൾക്കാരാണ് എങ്ങനെ ജീവിക്കുന്നത്? അള്ളാഹുവിനെ അറിയില്ല, അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ പ്രതീക്ഷ എന്താണ്?
അവരുടെ ആരോഗ്യത്തിനും അവരുടെ സമ്പത്തിലുമാണ്. ആ സമ്പത്ത് വെറും ഉപകരണം മാത്രമാണ്, കാരണം മാത്രമാണ്. യഥാർത്ഥ റസാഖും റാസിഖും അള്ളാഹു ആണെന്ന് അറിഞ്ഞാൽ ഇതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടും. അള്ളാഹുവിനെ അറിയുന്നവർക്കേ അത് സാധിക്കുള്ളൂ, അല്ലാത്തവർക്ക് അതെന്നും ഒരു കാരണത്തിനപ്പുറത്തേക്ക് ഒരു കാര്യമായിട്ട് അവർ കാണും. അതുപോലെ തന്നെ സ്വന്തത്തിന്റെ ദുർബലത മനസ്സിലാകും അള്ളാഹുവിനെ അറിഞ്ഞാൽ. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, മൻ ആറഫ റബ്ബഹു ഫഖദ് ആറഫ നഫ്സഹു. ആരെങ്കിലും അവന്റെ റബ്ബിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അവന്റെ സ്വന്തത്തെ മനസ്സിലാകും. അതായത് അള്ളാഹുവിന്റെ കഴിവും അറിവും ശക്തിയും മനസ്സിലാക്കി കഴിയുന്തോറും അവൻ എന്ത് മനസ്സിലാകും? ഞാൻ എത്ര ദുർബലനാണ് എന്നവന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും വിശേഷങ്ങളും മനസ്സിലാവുമ്പോഴും ബാക്കിയുള്ള എല്ലാ കാര്യത്തിന്റെയും ഹഖീഖത്ത്, ഒരു മൂടി നീങ്ങി കിട്ടും, ഒരു മറ നീങ്ങി കിട്ടും. അതിന്റെ ഒക്കെ യാഥാർത്ഥ്യം അവന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള, അത് അറിയുന്നത് കൊണ്ടുള്ള വളരെ മഹത്തായിട്ടുള്ള ഒരു നേട്ടമാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വെക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അന ഇൻദ വന്നി അബ്ദി ബി. എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ വിചാരിക്കുന്നുവോ അതുപോലെയായിരിക്കും ഞാൻ അവനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിചാരമാണോ വെച്ചു പുലർത്തുന്നത് അതുപോലെയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് ഉണ്ടാവുക. ഒരാൾ വിചാരിക്കുകയാണ് അള്ളാഹു പാപങ്ങളൊന്നും പുറത്തു തരൂല, അള്ളാഹു എന്തായാലും ശിക്ഷിക്കും, അള്ളാഹു പാപം കാരുണ്യമില്ലാത്തവനാണ്, അവൻ എങ്ങടെ പിന്നെ പോവുക? അവൻ പിന്നെ ശിർക്കിലേക്കും കുഫറിലേക്കും നിരാശയിലേക്കും നിരീശ്വരവാദത്തിലേക്കും അങ്ങനെ പോവുള്ളൂ. എന്നാൽ അതേ സമയത്ത് എനിക്ക് സംഭവിച്ചു പോയി, ഞാനത് തിരുത്തണം, അള്ളാഹു എനിക്ക് പുറത്തു നൽകുന്നവനാണ്, അള്ളാഹു ഗഫൂറാണെന്ന് മനസ്സിലായി അത് തിരുത്താൻ ശ്രമിക്കുന്നവനോ അതിനുള്ള തൗഫീഖ് നൽകിക്കൊണ്ടേയിരിക്കും. എല്ലാ വിഷയത്തിലും ഒരാൾ അള്ളാഹുവിനെ എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും അള്ളാഹു അവനുണ്ടാവുക. ഇനി ചോദിക്കട്ടെ, നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെ വിചാരിക്കണമെന്ന് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വേണം. അപ്പൊ അള്ളാഹു നമുക്ക് ഭരമേൽപ്പിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അറിവ് വേണം. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം വന്നു, ഇപ്പൊ നമുക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നു, അപ്പോ പെട്ടെന്ന് എന്ത് അത്യാവശ്യം വന്നു, ആ സമയത്ത് കുറെ ഹറാമായ മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു, ഹലാലായ മാർഗങ്ങൾ വളരെ ചുരുക്കമാണ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും? ഇതൊരു മാർഗം നമുക്ക് ചെയ്യാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ, അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ ആ ശക്തിയും മനസ്സിലാക്കിയ ഒരുത്തന് ഇല്ല, അള്ളാഹു എനിക്കൊരു വഴി കാണിച്ചു തരും എന്നുള്ള ബോധം ഉണ്ടാവും. മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞതാണ്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിനെ അറിയുന്നത് പോലെ ആർക്കും അള്ളാഹിനെ അറിയില്ല. ഇന്നലെ ഇസ്ലാം സ്വീകരിച്ച ബനൂ ഇസ്രായേലുകൾക്ക് അറിയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹ് വളർത്തി കൊണ്ടുവന്ന് ചരിത്രം പറഞ്ഞു കൊടുത്ത് ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവന്നതാണ്. മൂസാ നബിക്ക് നന്നായിട്ട് അറിയാം അള്ളാഹിന്റെ കഴിവ് എന്താണ്, ശക്തി എന്താണ് എന്ന്. മൂസാ നബി പറഞ്ഞു അള്ളാന്റെ ഒപ്പം ഉണ്ട്, അള്ളാഹ് വഴി കാണിക്കും. ബനൂ ഇസ്രായേൽ പറഞ്ഞു ഇന്നാലമുദ്റക്കും, നമ്മൾ അകപ്പെട്ടു. രണ്ടു കൂട്ടരും അള്ളാഹിനെ വെച്ചുള്ള ചിന്തയാണ്. അള്ളാഹിനെ അറിഞ്ഞ ഒരാളും അള്ളാഹിനെ അറിയാത്ത ഒരാളും തമ്മിൽ അള്ളാഹിനെ കുറിച്ച് വെച്ചിട്ടുള്ള ചിന്തയാണ്. അവിടെ എന്താ ഉണ്ടായത്? എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ? ഇല്ല. മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാനോ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാനോ പറ്റാത്ത രീതിയിലാണോ തുറന്നുണ്ടായത്? അതൊന്നും ഉണ്ടാവും. അള്ളാഹുവിനെ അറിയുന്നവരുടെ മുമ്പിൽ ഒന്നും ഉണ്ടാവും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ടാണ് അവിടെ ഗുഹയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ, ഗുഹയിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗർ ഗുഹയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ തൊട്ടു മുന്നിൽ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലൗ നമറ അഹദുഹും അസ്ഫല ഖദമൈ ലറആനാ. അവരൊന്ന് താഴോട്ട് നോക്കി നമ്മളെ കാണില്ല റസൂലേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞ എന്താ? നമുക്ക് ഒളിച്ചിരിക്കുക, നമുക്ക് ആരെങ്കിലും മാറിയിരിക്കുക, അങ്ങനെ പറഞ്ഞു അല്ല. എന്താ പറഞ്ഞത്? മാ വന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. അള്ളാഹു മൂന്നാമതായിട്ടുള്ള രണ്ടാളുകളെ കുറിച്ച് എന്തായി ചിന്തിക്കണെന്നാണ്. എന്തായി ചിന്തിക്കണെന്ന് ചോദിച്ചത്. ഇത് പറയാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? അള്ളാഹ് മൂന്നാമതായിട്ട് അവിടെ ഉണ്ടാകുന്നവരാണ്. അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ കഴിവ് അറിയാൻ സാധിക്കണം. പിന്നീട് എന്താ ഉണ്ടായത്? അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വന്നു വെക്കാനും അള്ളാഹുവിനെ ബരമേൽപ്പിക്കാനും നമുക്ക് എന്ത് വേണം? അള്ളാഹുവിന്റെ നാമങ്ങളെ അറിയുന്നത് ഉപകാരപ്പെടും. ഇനി നാമങ്ങൾ ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരമാകുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതിലൊന്നാണ് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഒരു കാര്യം ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും ദോഷം ചെയ്യില്ല എന്നുള്ളത്.
ഇപ്പൊ ബിസ്മില്ല എന്നുള്ള വാക്ക് അതിന്റെ ബറക്കത്ത് ചെറുതല്ല. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ചെയ്യുന്നു, ഞാൻ ആരംഭിക്കുന്നു, ഞാൻ തുടങ്ങുന്നു, ഞാൻ എഴുതുന്നു, ഞാൻ പറയുന്നു. അതാണ് അതിന്റെ ആശയം. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ബിസ്മില്ല. ഇവിടെ അറബി ഭാഷയിൽ ഒരു ആയുധയുണ്ട്. മഅരിഫയായിട്ടുള്ള ഒരു നാമത്തിലേക്ക് ഇവാഫത്ത് ചെയ്താൽ, ചേർത്തി പറഞ്ഞാൽ അത് ആമിന്റെ അർത്ഥത്തിൽ വരുന്നു. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹ് എന്നുള്ള വാക്ക് ആറഫുൽ മഅരിഫാണ്, ഏറ്റവും മഅരിഫയായിട്ടുള്ള വാക്കാണ്. എല്ലാവർക്കും അറിയുന്ന, പൊതുവായി അറിയപ്പെടുന്ന വാക്കാണ് അള്ളാഹ് എന്നുള്ള വാക്ക്. അതിലേക്ക് ഇസ്മ, അള്ളാഹുവിന്റെ നാമം എന്ന് ഇന്റെ എന്നുള്ള ചേർത്ത്, അതിനെ ഇവാഫത്ത് എന്ന് പറയാം. അങ്ങനെ ചേർത്തി പറഞ്ഞാൽ അള്ളാഹുവിനുള്ള എല്ലാ നാമങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന്, അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അങ്ങനെ ബിസ്മില്ല കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ആരംഭിക്കുന്നത് ഓരോ കാര്യത്തിലും ബറക്കത്തുണ്ടാകും. ഇപ്പൊ രാവിലെയും വൈകുന്നേരത്തെയും അദ്കാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന് രാവിലെയും വൈകുന്നേരവും 3 വട്ടം പറഞ്ഞാൽ അവന് വേറൊന്നും അവന് ബാധിക്കുകയില്ല എന്ന് വന്നിട്ടുണ്ട്. ഈ ഭക്ഷണം കഴിക്കുമ്പോ, വസ്ത്രം മാറ്റുമ്പോ, ടോയ്ലറ്റിൽ കയറുമ്പോ, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, അങ്ങനെ ഏതൊരു കാര്യത്തിലും ആ ബിസ്മില്ല എന്ന് പറയുന്നതിന്റെ ആശയം എന്തുണ്ടാക്കുന്നുണ്ട്? പിന്നെ ജീവിതത്തിൽ അതിന്റെ ബറക്കത്തുകൾ, അതിന്റെ സംരക്ഷണം നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹലാലും ഹറാമും വേർതിരിയുന്ന ഒരു മേഖലയുണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട്. അത് ഫിഖിയായ രീതിയിൽ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് അറുക്കുന്നതിനെ നമുക്ക് ഭക്ഷിക്കാം. അള്ളാഹുവിന്റെ നാമം കൊണ്ട് അറുത്തതിനെ എന്തുകൊണ്ടാണ് ഭക്ഷിക്കാത്തത് വരെ അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ടതിനെ നിങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളത്. വേറൊരു ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, വമാലക്കും അല്ലാ തഅകുലൂ മിമ്മാ ദുകിറ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം പറഞ്ഞതിനെ തൊട്ട് കഴിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ കാരണമുള്ളത്? എന്തിനാണ് കഴിക്കാതിരിക്കുന്നത്? വേറെ പറഞ്ഞത് കാണാം, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ അറുത്തിട്ടുള്ളത് നിങ്ങൾ കഴിക്കരുത്. വലാ തഅകുലൂ മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ അറുത്തതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹലാലും ഹറാമും വേർതിരിയുന്ന ഒരു മേഖല അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് ഉണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഏറ്റവും വലിയ ഇൽമും ഏറ്റവും വലിയ അഷ്റഫായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഇൽമാണ് അസ്മാഉൽ ഹുസ്ന എന്നുള്ളത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞൊരു വാക്ക് കാണാം. ഖുർആനിൽ, ഞാൻ ഇബാറത്ത് വായിക്കുന്നില്ല, ഖുർആനിൽ സ്വർഗത്തെ കുറിച്ചും സ്വർഗത്തിന്റെ ഭക്ഷണപാനീയങ്ങളെ കുറിച്ചും എല്ലാം പറയുന്നതിനേക്കാൾ അധികം പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റിയാണ്. അള്ളാഹുവിന്റെ നാമങ്ങളെ പരാമർശിച്ചിട്ടുള്ള ആയത്തുകൾക്കും സൂറത്തുകൾക്കും പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. ഏറ്റവും അധികം അള്ളാഹുവിന്റെ നാമം പരാമർശിച്ചിട്ടുള്ള ഭാഗങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞിട്ടുള്ള ആയത്താണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തായിട്ടുള്ള ആയത്തുൽ